ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാവുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസും ഓരോ ചാനലുകളും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എവിടേക്കാണ്? AMMA അസോസിയേഷനും അതിനകത്തുള്ള സൂപ്പർ മെഗാ സ്റ്റാറുകളെയാണ് അല്ലേ? ഇവിടെ വന്ന് ഓരോ ഇരകളായിട്ടുള്ള വ്യക്തികളും അവരുടെ എക്സ്പീരിയൻസ് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുമ്പോൾ, ചാനലുകൾ വഴി ഷെയർ ചെയ്യുമ്പോൾ, അവിടെയും കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കറിയാം ആളുകൾ തിരയുന്നത് ഏതെങ്കിലും പ്രമുഖനുണ്ടോ, പ്രമുഖ നടന്മാരുണ്ടോ എന്നാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് ദിസ് വീഡിയോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നതിൽ വെച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിക്കിൽ നമ്മൾ കണ്ട് ചർച്ചയായി തുടങ്ങിയപ്പോൾ മുതൽ ഒരു കൂട്ടം കള്ളന്മാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തില്ല. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എല്ലാം കൂടി ഈ നടന്മാരെ ഫോക്കസ്ഡ് ആയി അങ്ങോട്ട് പോയ സമയത്ത് ഈ റിപ്പോർട്ട് നമ്മളിലേക്ക് എത്താൻ പാടില്ല. അത് ആർക്ക് വേണ്ടിയിട്ടെന്നുള്ളത് അതൊക്കെ ഇനി കണ്ടുപിടിക്കണം. പക്ഷെ ഈ റിപ്പോർട്ട് പൊതുജനം 1,06,55,000 രൂപ പൊതുഖജനാവിൽ നിന്നെടുത്ത് ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ റിപ്പോർട്ട് ജനങ്ങളിലേക്ക് ഫുള്ളായിട്ട് എത്താൻ പാടില്ല, ഞങ്ങൾ വെട്ടും തിരുത്തും എന്ന് പറഞ്ഞ് ഇത് വെട്ടിത്തിരുത്തി പൊതുജനത്തിന് ഇട്ട് തന്ന കള്ളന്മാരെ കുറിച്ചിട്ട് വേറെ ആരുമല്ല, ഈ നാട് ഭരിക്കുന്ന രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന കൊടൂര കള്ളന്മാരെ കുറിച്ച്. എന്നോടിപ്പോൾ വന്ന് ചോദിക്കുകയാണ് ആരെങ്കിലും ഈ നാട്ടിലെ ഏറ്റവും വലുത് പ്രോ കള്ളൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ അവിടുത്തെ സിനിമാ മന്ത്രി സജി ചെറിയാനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. കാരണമുണ്ട്, മനസ്സിലായോ? വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് വേണമെങ്കിൽ കണ്ടോ, അപ്പോഴേ നിങ്ങൾക്ക് കാരണം മനസ്സിലാവുള്ളൂ. ഇന്ന് എല്ലാ ചാനലുകളും ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കടും വെട്ട് നടന്നിട്ടുണ്ട്. ഓക്കെ, വെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ മുണ്ടും മടക്കി കുത്തി ഇറങ്ങി വെട്ടിത്തിരുത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ട്. ഇതാർക്ക് വേണ്ടിയിട്ടാണ് പല പ്രമുഖരെ കുറിച്ചുള്ള പരാമർശവും സർക്കാർ മുന്നിട്ടിറങ്ങി വെട്ടിയത്? ഇതാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ഇതാണ്, അതായത് നമ്മളൊക്കെ ചർച്ച ചെയ്ത് ആരാവും ഇവർ, ഏതാ മെഗാസ്റ്റാർ, ഏതാ സൂപ്പർ സ്റ്റാർ എന്ന് നോക്കി നടക്കുമ്പോൾ അതിനിടയിൽ കൂടി കള്ളത്തരത്തിൻ്റെ രാഷ്ട്രീയം വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഏത്? അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഇവിടെ പ്ലേ ചെയ്യാം. നമ്മുടെ സിനിമാ മന്ത്രി സജി ചെറിയാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മുതൽ അങ്ങനൊരു റിപ്പോർട്ട് വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. നിങ്ങളെപ്പോലെ ഞാനും ഇപ്പോൾ ഇത് കാണുന്നേ ഉള്ളൂ, പഠിക്കണം, വായിക്കണം. ഒരു മന്ത്രി അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഇത്രയും വലിയൊരു റിപ്പോർട്ട് ഇരിക്കുന്നു, അത് വർഷങ്ങളായിട്ട് പൂത്തി വെച്ച അവസ്ഥയിലാണ്, അത് പൂപ്പൽ പിടിച്ച് ചെതൽ പിടിക്കുന്ന അവസ്ഥയിലാണ് അത് പുറത്ത് വരുന്നത്. ഞാനിതിനെക്കുറിച്ചൊന്നും അറിയില്ല, എനിക്കിതിനെക്കുറിച്ചൊരു പിടുത്തമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കാൻ പാടുമോ? പാടില്ല. മന്ത്രി ആദ്യം പറഞ്ഞു നോക്കാം. ഈ റിപ്പോർട്ടിന്റെ ഇപ്പൊ പ്രസിദ്ധീകരിച്ച ഭാഗം നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഫാക്ട്സ്? ആ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തുടർ നടപടികളിൽ ഗവൺമെന്റ് പോകേണ്ട ഭാഗമുണ്ടെങ്കിൽ അതിന്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കും. ഇത് പ്രസിദ്ധീകരിക്കുന്നതെന്ന് രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് ആദ്യം കത്തെഴുതി കൊടുക്കുന്ന ജസ്റ്റിസ് ഹേമ തന്നെയാണ്. ഞങ്ങളുടെ മുമ്പിലേക്ക് ഈ പേപ്പർ വരുന്നില്ല, ഇത് ഞങ്ങളാരും വായിക്കുന്നില്ല. കാരണം ഈ കമ്മീഷൻ റിപ്പോർട്ട് അപ്പം തന്നെ രഹസ്യ സ്വഭാവമുള്ള ആൾക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥர்கள் പോയി അതൊരു കസ്റ്റോഡിയനായി, ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കസ്റ്റഡിയിലേക്ക് പോകുന്നു. ഇത് ഏതെങ്കിലും കാരണവശാൽ പുറത്തു വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ പല ആളുകളും അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കി നടക്കുന്ന ആളുകൾ പലപ്പോഴും ഇത് ഉത്തരവുണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗം ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതിനകത്തെ നിഗമനവും നിർദ്ദേശവും നമ്മൾ നോക്കിയാൽ മതി. ആ നിഗമനവും നിർദ്ദേശവും നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. എങ്ങനെ ഇരിക്കുന്നു? സജി ചെറിയാനോട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊന്നും നമുക്ക് വന്നിട്ടില്ലടേ, നമ്മൾ കണ്ടിട്ടില്ലടേ. ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ മുക്കാൻ നടക്കുന്ന നിങ്ങളെപ്പോലുള്ളവർ, ചുറ്റും നിൽക്കുന്ന പത്രമാധ്യമങ്ങളോട് പറയാം, നിങ്ങളെപ്പോലുള്ളവർ. അതുകൊണ്ട് നമ്മളിത് കണ്ടാലോ കേട്ടാലോ ഇനി അതെങ്ങാനും ചോരുമെന്നറിയാം. സ്വന്തം വായ ക്ലിപ്പിട്ട് വെക്കാൻ പറ്റില്ല, ചോർത്തി കൊടുക്കുന്നവരൊപ്പമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് മന്ത്രിക്ക് നല്ല ബോധ്യമുണ്ട്.
എന്നിട്ട് വന്നിട്ട് പറയുക പബ്ലിക്കിന്, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല, ഇനി ഇതിനെക്കുറിച്ച് ഒരു പിടുത്തവും ഇല്ല. എങ്ങനെ പറയാൻ പറ്റുന്നു മിസ്റ്റർ? ഇത് എങ്ങനെ നിങ്ങൾക്കിത് പറയാൻ പറ്റുന്നു? നിങ്ങളുടെ തന്നെ 1 കൊല്ലം മുന്നത്തെ ഒരു വീഡിയോ ഉണ്ട്, ഓക്കെ? ആ വീഡിയോനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് 1 കൊല്ലം മുമ്പ്. എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ടെക്നിക്കൽ തടസ്സം? ചുമ്മാതെ പറയുകയാണ്. അതൊരു 10,000 പേജുള്ള വലിയൊരു പുസ്തകമാണ്. അതെല്ലാം എടുത്ത് പുറത്തുവിടാൻ അത് അതിനകത്ത് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം അങ്ങ് ഒരു പരാതി ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ പറഞ്ഞു. ഈ പരാതിക്കകത്ത് ഇപ്പോൾ എന്നെ പറ്റി സീതിനെ പറ്റി ഇങ്ങനെ ഒത്തിരി പേരെ പറ്റിയുള്ള പരാതി അതൊക്കെ അങ്ങ് നോട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക. മനസ്സിൽ നമുക്ക് നമ്മളിപ്പം ഒരാൾ കൊടുക്കുന്ന മൊഴിയൊന്നും നമുക്ക് റിപ്പോർട്ടിനകത്ത് വന്ന് ഞാനെടുത്തിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞാൽ അത് വല്ലാത്ത പ്രയാസങ്ങളുണ്ടാക്കും. ചിലപ്പോൾ അവർ ചിലപ്പോൾ നിരപരാധികളായിരിക്കും. അല്ലെങ്കിൽ റിപ്പോർട്ടെല്ലാം എടുത്ത് കൊടുത്തിട്ട് വെറുതെ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമല്ലോ ആ റിപ്പോർട്ടിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ടെക്നിക്കൽ ഇഷ്യൂ ഇത് തന്നെയാണ്. അതിലെടുത്ത് അടിച്ചു കൊടുത്ത് നാട്ടുകാരനോട് അത് വലിയൊരു വിവാദമാകും. എന്തിനൊരു വിവാദം ഉണ്ടാക്കുന്നത്? മാത്രമല്ല നിരപരാധികളായ ചിലപ്പോൾ ആളുകളൊക്കെ ആണെങ്കിൽ അവരെല്ലാം കുരുങ്ങിപ്പോവും. ഇല്ല, അത് ആരുടെയും പേര് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. സംശയിക്കാൻ പറ്റും നിരപരാധിയാകുന്ന അയാളുടെ ജീവിതം പോയി. ഇതുവരെ ആ റിപ്പോർട്ടിനെ കുറിച്ച് കണ്ടില്ല, കേട്ടില്ല, എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ മിസ്റ്റർ പ്രോ കള്ളൻ സജി ചെറിയാൻ, നിങ്ങൾ എന്താണ് 1 കൊല്ലം മുമ്പ് പറഞ്ഞു വെക്കുന്നത്? എത്ര പേജാ നിങ്ങൾക്കറിയാം? അതിനകത്തുള്ള പരാമർശങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അതിനകത്ത് വന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ഓരോ വ്യക്തികളുടെയും ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവാതെ നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് എന്താ? ഇനി ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഭാവമുണ്ടെങ്കിൽ അയാൾ ഇനി പ്രശ്നക്കാരുടെ പ്രശ്നത്തിലാവണ്ടല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തു വന്ന കുറെ പ്രശ്നങ്ങളാവും. ഉളുപ്പുണ്ടോ മിസ്റ്റർ എന്നാ ചോദിക്കാനുള്ളത് എനിക്ക്. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എന്താ ഈ പറഞ്ഞു വെച്ചേ? ആരെയാ നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത്? ഇത് കേട്ടത് പൊതുജനം പൊട്ടന്മാരാ. ക്യാപ്സ്യൂള് വിഴുങ്ങുന്നവരുണ്ടാവും, മനസ്സിലായ? ക്യാപ്സ്യൂള് വിഴുങ്ങുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ എല്ലാ നാട്ടിലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും ക്യാപ്സ്യൂള് വിഴുങ്ങൊന്നുമില്ല. ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. നിങ്ങൾ ഇത് 1 കൊല്ലം മുന്നേ പറഞ്ഞു വെച്ച നിങ്ങൾക്ക് അറിയാം അതിലാരൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എത്രയൊക്കെ എല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങൾ വളരെ ലാഘവത്തിൽ ചിരിച്ചും കളിച്ച് എന്ത് ഹേമ കമ്മിറ്റി ഇടോ, വർഷങ്ങളായിട്ട് ഉപദ്രവിച്ച് ഇല്ലാതാക്കിയ ഒരു കൂട്ടം ആളുകൾ സർക്കാർ ഇറക്കിയ ഒരു കമ്മിറ്റീൻ്റെ മുകളിൽ വിശ്വാസ്യതയിൽ പോയിട്ട്, അതായത് സർക്കാർ ഇറക്കിയ കമ്മിറ്റിയാണല്ലോ, ഞങ്ങൾക്ക് ഇവിടെയെങ്കിലും ഞങ്ങളെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവിടെ ഒരു തീർപ്പുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണോ അവിടെ ആ കമ്മിറ്റി പോയി സ്റ്റേറ്റ്മെന്റ് കൊടുത്ത വിത്ത് പ്രൂഫ്. എന്നിട്ടാണ് നിങ്ങൾ ഈ വന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? ഈ പീഡകർക്ക് വേണ്ടിയിട്ടോ? ഇവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മധ്യസ്ഥം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വെട്ടലും കുത്തലും. കഷ്ടം. ഇനി കഴിഞ്ഞിട്ടില്ല, ഇതുകൂടി കാണാൻ. റാണി ജോർജ് എന്ന കൾച്ചറൽ അഫയേഴ്സിന്റെ സെക്രട്ടറിക്ക് അയക്കുന്ന കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അത് നമുക്ക് ആദ്യത്തെ പാരഗ്രാഫിൽ വായിക്കാം. ഐ വിഷ് ടു ഇൻഫോം ദാറ്റ് ദ റിപ്പോർട്ട് ഇൻ ഒറിജിനൽ വിത്ത് 2 copies were made available in the government. On 31st December 2019, the report was handed over to the Honorable Chief Minister and copy was handed over to the Honorable Minister for Cultural Affairs. അതായത് അന്ന് മനസ്സിലാക്കേണ്ടത് സജി ചെറിയാൻ ആയിരുന്നില്ല കൾച്ചറൽ അഫയേഴ്സ് മിനിസ്റ്റർ, അന്ന് മന്ത്രി AK ബാലനായിരുന്നു. പക്ഷേ ഇതൊരു കണ്ടിന്യൂവേഷൻ ആണല്ലോ. ഓഫീസിൽ ഈ ലെറ്റർ, ഈ റിപ്പോർട്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഈ മന്ത്രി എത്ര കള്ളമാണ് ജനത്തോട് വിളിച്ചു പറയുന്നത്. മന്ത്രിയുടെ അതേ വകുപ്പിലുള്ള സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് ജസ്റ്റിസ് ഹേമ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ കത്ത് കൈമാറുന്ന സമയത്ത് തന്നെ, കത്ത് കൈമാറുമ്പോൾ തന്നെ ഈ ജസ്റ്റിസ് ഹേമ വ്യക്തമാക്കിയിട്ടുള്ളത് മന്ത്രിക്കും, അതായത് നൽകിയിട്ടുള്ള കോപ്പികളുടെ എണ്ണം സഹിതം പറഞ്ഞുകൊണ്ടാണ് ആ കത്തിനകത്ത് ജസ്റ്റിസ് ഹേമ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് കോപ്പി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ജസ്റ്റിസ് ഹേമ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് വളരെ കൃത്യമായി അവർ പറയുന്നു, ഇരകളാക്കപ്പെട്ട സ്ത്രീകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടരുത്, അത് ഇരകളാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്നുള്ളതാണ് ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് അതിക്രമം നടത്തിയവരെ സംരക്ഷിക്കണം എന്നുള്ള നിലപാടല്ല. പക്ഷെ സർക്കാർ ഇപ്പോൾ പ്രതിരോധിക്കാനായി ഇതുപോലെ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഇത് പൂഴ്ത്തിവെച്ചു എന്നതിനെ സംബന്ധിച്ച് പ്രതിരോധിക്കുന്നതിനായി ജസ്റ്റിസ് ഹേമയുടെ ഈ കത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ പറയുന്നത്.
നമ്മൾ ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സജി ചെറിയാൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് എന്താ അറിയോ, ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇരകളുടെ ഇൻഫർമേഷൻ ലീക്കാവാൻ പാടില്ല. അതുകൊണ്ട് എന്താണ് ഈ വീടകര വിവരം പുറത്ത് പറയുന്നില്ല, അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് മാറ്റി. മനസ്സിലായ? ശരിക്കും ഇവരെ ആവശ്യം എന്തായിരുന്നു? ശരിക്കും ഇവരെ ആവശ്യം എന്തായിരുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ പവർ ടീമിനെയും ഈ പറഞ്ഞ എന്താ പറയുക സ്ത്രീകളെ അല്ലെങ്കിൽ എല്ലാവരെയും, ഇതിൽ സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, ഇനി അതാണ് ഏറ്റവും വലിയ കാര്യം, ഇതിൽ സ്ത്രീകൾ മാത്രമല്ല, ഈ ദുരനുഭവം ഉണ്ടായി അത് വർഷങ്ങളോളം കൊണ്ട് നടന്ന് അതൊരേറ്റവും വിശ്വാസ്യതയുള്ള ഒരു കമ്മിറ്റിയുടെ മുന്നിൽ കൊടുത്തു എന്നുള്ള സമാധാനത്തിൽ പുറത്തിറങ്ങിയവരുടെ തലയിൽ ആണിയടിക്കുന്ന പരിപാടിയല്ലടൂ ചെയ്തത്. ചോദിച്ചാൽ പറയും ഞാനായിരുന്നില്ല അന്ന് മന്ത്രി, ജസ്റ്റിസ് ഹേമ ലെറ്റർ അയച്ചപ്പോൾ ഞാൻ മന്ത്രിയല്ല. പക്ഷേ നിങ്ങൾ മന്ത്രിയായ സമയത്താണ് നിങ്ങൾ സിനിമാക്കാരെ വിളിച്ചു വരുത്തി ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യം ചോദിച്ചത് മിസ്റ്റർ സജി ചെറിയാൻ. അപ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. അവിടെയും നിങ്ങൾ കളനായിരിക്കുകയാണ്. ഇപ്പം എന്താണെങ്കിലും ഇന്ന് സിദ്ദിഖ് നടത്തിയ പത്രസമ്മേളനം, അതിലെ കുറച്ച് കാര്യങ്ങൾ. ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഇതിന്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് അവരുടെ റെക്കമെൻഡേഷൻസ് വെച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ സജി ചെറിയാൻ ഒരു 2 വർഷം മുമ്പ് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനും ഇടവേള ബാബുവാണ് അതിൽ പങ്കെടുക്കാൻ പോയത്. അപ്പം ഞങ്ങളോട് ചോദിച്ചത് അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ്. അതിൽ അവർ പറഞ്ഞിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചോദിച്ചിരുന്നു. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശങ്ങളെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോഴും ഇതിനെ തുടർന്ന് സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നതിനെ പറ്റി ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളൊരാവശ്യം വരികയും അത് റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും ആ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തത്. എങ്ങനെയിരിക്കുന്നത് 2 കൊല്ലം മുമ്പ് ഈ റിപ്പോർട്ടിൻ്റെ മുകളിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനും പറയാനും വേണ്ടിയിട്ട് മീറ്റിംഗ് വിളിച്ചപ്പോൾ AMMA അസോസിയേഷൻ്റെ ഭാഗമായിട്ട് സിനിമാക്കാരെയും വിളിച്ച് വരുത്തി ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച സജി ചെറിയാന് ഈ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. എന്തോ 1000 പേജുള്ളൊരു ബുക്ക്, ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി, ഈ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ എന്നുള്ള പരമ പുച്ഛം അല്ലേ? മന്ത്രിയായിട്ടിരിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്താൽ പോരെ? അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഹേമ സമിതി റിപ്പോർട്ടിനെ കുറിച്ച് സിനിമാ സംഘടനകളുമായുള്ള ചർച്ചയ്ക്ക് 5 അംഗ പ്രസിഡിയത്തെ നിയോഗിച്ചു. ചർച്ച തുടരുകയാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് പരിഹാരം കാണാനുള്ള അല്ലെങ്കിൽ അത് ഇടപെടാനുള്ള നല്ല ശക്തമായ നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. ആ നിയമം നിലനിൽക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള പരാതികൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വനിതകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ അവരുടെ സുരക്ഷിതത്വ ബോധത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അതുകൊണ്ടാണ് ഒരു നിയമം, നിലവിലുള്ള നിയമം ഉണ്ടെങ്കിലും കുറച്ചുകൂടി ശക്തമായ ഒരു നിയമം ഈ കാര്യത്തിൽ. ഒരു സൈഡിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് ചോദിക്കുമ്പോൾ 1000 പേജുള്ള എന്തോ ഒരു സാധനം എന്ന് പറഞ്ഞ അതേ സിനിമാ മന്ത്രി അപ്പുറത്തെ സൈഡിൽ നിയമത്തിനെ കുറിച്ചിട്ടും ഇല്ലെങ്കിൽ നിയമം ഉണ്ടാക്കണം, സ്ത്രീകളെ സുരക്ഷിതരാക്കണം എന്ന് അഭിനയിച്ച് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമാ മന്ത്രി ഇങ്ങനെ വല്ല സിനിമയിലും അഭിനയിപ്പിക്കുകൊണ്ട് പോയിട്ട് നല്ല അഭിനയമാണ്, ഊക്കൻ അഭിനയം ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുവാടെ ഇതൊക്കെ? ഇവരൊക്കെ ഭരിച്ച് എനിക്ക് മനസ്സിലാവില്ല നമ്മൾ എങ്ങനെ ഈ നാട്ടിൽ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളത്. ഇനി വെട്ടിക്കുത്തി തിരുത്തിയതിനെ കുറിച്ചിട്ടും ഹേമ കമ്മീഷൻ എങ്ങനെ ഹേമ കമ്മിറ്റി ആയെന്നുള്ളതിൽ ഇപ്പോഴും ആർക്കും ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. ഓക്കെ, WCC ഇങ്ങനെ ഒരു കമ്മിറ്റി വേണം അല്ലെങ്കിൽ ഒരു കമ്മീഷൻ വേണം എന്ന് പറയുമ്പോൾ ഈ ഹേമ കമ്മീഷൻ എങ്ങനെ ഹേമ കമ്മിറ്റി ആയത് എന്നുള്ളതിൽ ഒരു ഐഡിയയും കിട്ടാത്തതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഇവിടെ. ഹേമ കമ്മീഷൻ ആയിട്ടാണ് സർക്കാർ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കൊണ്ടുവന്നേ എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നെ ആയിരിക്കണം ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ഓരോ വ്യക്തികളുടെ അടുത്തേക്കും ഇവർ അപ്രോച്ച് ചെയ്തത്. കാരണം ഹേമ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ജുഡീഷ്യൽ പവർ ഉണ്ട്. അവിടെ പോയി സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ്സ് എ കമ്മീഷൻ അവർക്ക് ശുപാർശ ചെയ്യാൻ പറ്റും നിയമ നടപടിക്കൊക്കെ. അതിന് കുറച്ച് പവേഴ്സ് ഉണ്ട്. ഹേമ കമ്മിറ്റി ആകുമ്പോൾ അത് വെറും എന്താ പറയുക നോളജ് കളക്ഷനോ അല്ലെങ്കിൽ എന്താ പറയുക പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി. ഇപ്പോൾ അത് മാത്രമായി മാറി. പൊതു ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് ഇത്രയും എന്താ പറയുക
അനുഭവിച്ച ആളുകളെ കൊണ്ടുവന്ന് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവരുടെ ഹേമ കമ്മിറ്റി ആ ഗ്രൂപ്പിൻ്റെ ഡെഡിക്കേഷൻ ഞാനൊന്നും പറയില്ല. കാരണം അവർ വൃത്തിയായിട്ട് കാര്യങ്ങൾ എഴുതി വെച്ച് അവരുടെ സ്വന്തം എന്താ പറയുക എഫേർട്ട് എടുത്താണ് അവരത് ചെയ്തത്. അവർ വേറെ പുറത്തൊന്നും കൊടുത്ത് ടൈപ്പ് ചെയ്തൊന്നുമില്ല ജസ്റ്റിസ് ഹേമ. അവരവരെ സ്വന്തമായിട്ട് ഇരുന്നത് ചെയ്തു. അത്രയും കോൺഫിഡൻഷ്യലായിരുന്നു ആ സാധനം. അങ്ങനെ അവർ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വെട്ടിയും കുത്തിയും തിരുത്തി ആർക്കൊക്കെയോ വേണ്ടി കുറേ പൂഴ്ത്തി അറിയില്ല എന്ന് പറഞ്ഞുള്ള കുറേ നുണയും പറഞ്ഞ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇതിൻ്റെ ഇടയിൽ കൂടി രക്ഷപ്പെട്ടു പോകുന്നത്. ഇതിവിടെ ഈ എന്താ പറയുക പീഡനം നടത്തിയവരേക്കാൾ വലിയ കള്ളന്മാരാണ് നിങ്ങൾ. ഞാൻ അങ്ങനെ പറയും. നിങ്ങളാണ് ഏറ്റവും വലിയ ത്രെട്ട് സൊസൈറ്റിക്ക്. ആദ്യം ഞാൻ പറഞ്ഞത് 4.5 വർഷത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ പ്രതികൾ ഈ തെളിവ് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതെന്നുള്ളതിനെ പറ്റിയാണ്. ഈ 4.5 വർഷം ഈ റിപ്പോർട്ടിന്റെ കണ്ടന്റിനെ പറ്റി അറിയുമായിരുന്ന കഴിഞ്ഞ മന്ത്രിസഭയിലെയും ഈ മന്ത്രിസഭയിലെയും മന്ത്രിമാരും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും ആരൊക്കെ കണ്ടു എന്നുള്ളതിന്റെ ഡാറ്റ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഇവർ ഈ 15 പേരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഈ 15 പേരുമായി ഡിന്നർ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഈ 15 പേരുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രൈവറ്റ് സംഭാഷണങ്ങളോ പൊതുസ്ഥലത്ത് നടക്കുന്ന സ്വകാര്യ സംഭാഷണങ്ങളോ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു മന്ത്രിസഭയിൽ ചുമതലയേക്കുന്ന മന്ത്രി എന്ന നിലയ്ക്ക് തനിക്ക് കിട്ടുന്ന വിവരങ്ങൾ പുറത്തൊരാളുമായി പങ്കുവെക്കില്ല എന്ന സത്യപ്രതിജ്ഞ ലംഘിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് ആരാണ്? വാസ്തവത്തിൽ ഇത് കോടതിക്ക് പോലും പരിശോധിക്കാൻ പറ്റുമോ? ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെ അല്ലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നു, ഞാനിത് ആരോപണമായിട്ട് ഉന്നയിക്കുകയല്ല. ഞാനൊരു ഇരയാണെന്ന് വിചാരിക്കും. ഞാനാണ് ഈ പറയുന്ന ഒരു നിരാലംബയായ സ്ത്രീ. 4.5 വർഷം മുമ്പ് പ്രതീക്ഷയോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കണ്ട ഒരു നിരാലംബയായ സ്ത്രീ. അവർ ഈ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ അവർ നെയിം ചെയ്ത പാരഗ്രാഫ് 96 പറയുന്ന വില്ലന്മാരുടെ കൂട്ടത്തിലുള്ള ആളുകളുമായിട്ട് ഈ റിപ്പോർട്ടിന്റെ കണ്ടന്റ് അറിയാമായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മന്ത്രിമാർ അവർ വേദി പങ്കിടുകയും അവർ പരസ്പരം കുശലം നടത്തുകയും കൈകൊടുക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എന്താണ് ഒരു വിക്ടിമിന് തോന്നുന്നത്? ഇവർ ഈ റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ടോ? ഇതിലെ കണ്ടന്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇനി ഈ വിക്ടിംസിനെ ഇതേ പ്രതികൾ ഈ കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ വീണ്ടും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതാരാണ് അന്വേഷിക്കുക? ഇത് അന്വേഷിക്കാൻ കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയോ ഈ കേസ്? ഇത് സത്യപ്രതിജ്ഞാ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് ആരന്വേഷിക്കും? കാരണം നിരന്തരമായി വാദിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം PG, ഇന്ന് ഈ കേസ് കോടതിയിൽ വരുമ്പോൾ പ്രതികളുടെ ഭാഗം പറയുന്നത് പോലും സർക്കാരല്ലേ? പ്രതികൾക്ക് ഇതിൽ എന്തിനാ വക്കീല്? പ്രതികൾക്ക് വേണ്ടി കേരളത്തിൽ CPM-ഉം അതിന്റെ ബന്ധപ്പെട്ട ആളുകളും എല്ലാം വാദിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇരകൾ രംഗത്ത് വരുന്നവരെ പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ സർക്കാരുണ്ട് എന്ന സ്ഥിതിയല്ലേ ഇവിടെയുള്ളത്? അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പറഞ്ഞത് നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് കേട്ട് ചെവിയിൽ വെച്ചോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു ഡാറ്റ 4 വർഷം പൂഴ്ത്തി വെക്കപ്പെട്ടു. മന്ത്രി വന്ന് പറയുന്നു ഞങ്ങളാരും കണ്ടിട്ടില്ല, ഒരു ഓഫീസർ അസൈൻ ചെയ്തു, അയാൾ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. വിശ്വസിക്കാൻ പറ്റൂ? ഇവിടെ ചോരാത്തതായിട്ട് എന്താ ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിക്കും, ഇവിടെ ചോരാത്തതായിട്ട് എന്താ ഉള്ളത്? കേരളത്തിലെല്ലാം ചോരും. മനസ്സിലായ? ചോർച്ചയാണ് നമ്മുടെ മെയിൻ പ്രശ്നം. ഒരു സീക്രട്ടും എടുത്തു വെച്ചാൽ നടക്കില്ല, എല്ലാം ചോർത്തു. അങ്ങനെയുള്ളപ്പോൾ ഈ 4.5 വർഷം കൊണ്ട് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരോ ബാക്കിയുള്ള ആളുകളോ ഈ റിപ്പോർട്ട് കണ്ടവർ ഈ സാധനം ആരെക്കുറിച്ചാണോ പരാമർശം, സോ കോൾഡ് പവർ ടീമിലുള്ളവർക്ക് ഇത് ചോർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അടുത്ത 4 വർഷം ഇവരെക്കുറിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തവരെ ലൈഫ് ഇല്ലാതാക്കിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഇതൊക്കെയാണ് ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ എന്താ പറയുക, ആരും ഡിസ്കസ് ചെയ്യാത്ത സൈഡുകൾ. ഇത് സത്യത്തിൽ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇവർ ഡിസ്കഷൻ ഈ ഒരു പോയിന്റ് കണ്ട സമയത്ത് ഐ വാസ് ലൈക്ക് വാവ്. കാരണം ഇതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അവിടെയാണ് ഹരീഷ് വാസുദേവൻ അഡ്വക്കേറ്റ് കൃത്യമായിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്തത്. ആൻഡ് കഴിഞ്ഞിട്ടില്ല, ഇനി ഇതും കൂടി കേൾക്ക്. അല്ല അരുൺ, അത് എന്തൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ കേൾക്കുന്നത്. നമ്മള് 100% സർക്കാരിനെ വിശ്വസിക്കുന്ന മനുഷ്യരാണ്. നമ്മൾ കോടതിയെ വിശ്വസിച്ച് വിവരാവകാശ കമ്മീഷനെ വിശ്വസിച്ച് കയ്യിലൊരു റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ട് ഇരകളുടെ പ്രൈവസി സംരക്ഷിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയ റിപ്പോർട്ടാണെന്ന് കരുതി റിപ്പോർട്ട് ചെയ്ത് 2-3 ദിവസം നമ്മൾ അറിയുന്നു ആ റിപ്പോർട്ടിൽ പോലും നമുക്ക് ചതി പറ്റിയിരിക്കുന്നു. അയ്യോ, അത് ശരിക്കും ഭയങ്കര എന്താ പറയാ,
അതാണ് ഇതൊരു ഭയങ്കര വലിയ ചതി. ഇത് വലിയ ചതിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്താ വിശ്വസിക്കുന്നതെന്ന് അറിയാമോ? ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു സിസ്റ്റത്തിൽ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മളൊക്കെ രഹസ്യമായിട്ട് പോയി പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത് ഒരു ആക്ഷൻ ഉണ്ടാവും. അത് സർക്കാരിന്റെ പുറത്തുള്ള നമ്മുടെ വിശ്വാസമാണ്. അതിന്റെ പുറത്താണ് നമ്മളെല്ലാം പോയി പറഞ്ഞത്. അപ്പൊ അത് പിന്നീട് ഒരു ചർച്ച വന്നത് ഞങ്ങൾ തന്നെ പറയണം കേസെടുക്കാൻ, ഞങ്ങൾ തന്നെ പറയാം. നമുക്കിത് അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ മുമ്പ് പറഞ്ഞുകൂടായിരുന്നോ? ഈ പഠനത്തിനൊക്കെ മുമ്പേ നമുക്ക് പോയി പറഞ്ഞുകൂടായിരുന്നോ? നമുക്ക് പറയാൻ പറ്റത്തില്ലെന്നൊരു സാഹചര്യം ഉള്ളതാണല്ലോ ഈ പഠന റിപ്പോർട്ടൊക്കെ വെച്ചത്. അപ്പൊ അതിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആക്ഷൻ ഉണ്ടാവും നമ്മൾ വിശ്വസിക്കുകയാണ്. കാരണം അത് സർക്കാർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ചെയ്യും, നമുക്കൊരു സംരക്ഷണം തരും, എപ്പോഴും സ്ത്രീകളോടൊപ്പം നിൽക്കുന്നു ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു സർക്കാരാണ്. അപ്പൊ നമ്മൾ അത് വിശ്വസിക്കുകയും ചെയ്തു. അവർ വേറെ പ്രതീക്ഷയുണ്ട്, സത്യത്തിൽ പ്രതീക്ഷയുണ്ട്. പക്ഷെ പെട്ടെന്ന് പറയാണ് വിവരാവകാശ കമ്മീഷൻ അത് ഇല്ല, അവര് അത് പുറത്തുവിട്ടത് പറഞ്ഞുകൊണ്ടാണ് അത് വെച്ചത്, അതും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അത് കഴിഞ്ഞ് ശരി, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഓർഡർ പ്രകാരം ഇത്രയും മാറ്റുന്ന പ്രൈവസിക്ക് വേണ്ടി മാറ്റിയതാണ്, അതും നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് വിവരാവകാശ കമ്മീഷന്റെ ഓർഡറിന് അതും പിന്നെയും കട്ട് ചെയ്തെന്ന് വേണ്ടി മാലാപാർവതിയെ പോലുള്ളവര് ശരിക്കും നെട്ടലിലാണ്. ഒന്നാമത് കമ്മീഷൻ മാറി കമ്മിറ്റ് ചെയ്ത് എപ്പോഴാണെന്ന് അവർക്ക് അറിയില്ല. അവർ കമ്മീഷനാന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു പവർ ഉണ്ടാവുമല്ലോ. ഇവർ പോയി ഇവരെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ആരാണോ ഇവരെ കുടുക്കിയേ, അല്ലെങ്കിൽ ആരാണോ ഇവർക്കെതിരെ ഇത്രയും മോശമായ പ്രവർത്തികൾ, നീചമായ പ്രവർത്തികൾ, ഇത് അവർക്കെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിത് കമ്മീഷനാന്ന് വിചാരിച്ച് പോയത്. പിന്നെ അത് കമ്മിറ്റിയായി. അപ്പോഴും അവരുടെ പ്രതീക്ഷ എന്താ? സ്ത്രീകളുടെ ഒപ്പം സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഗവൺമെൻറ്, പാവപ്പെട്ടവരുടെ ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, എല്ലാവർക്കും നീതി നടപ്പിലാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് മുഖ്യമന്ത്രി വന്നിട്ട് പറയുക, പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ നേരിട്ട് പോയിട്ട് അവിടെ പറയണുണ്ടോ, പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, അപ്പോൾ അവിടുന്ന് നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവും. ഞാനുണ്ട് പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ടും കിട്ടി ഐലസ റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഉത്തരവിട്ട് ഉണ്ടാക്കി. 1 of a kind റിപ്പോർട്ട്. എവിടെയും ഇതുവരെയായിട്ട് അങ്ങനെ ഒരു സംഗതി ഒരു ഗവൺമെൻറ്റും ചെയ്തിട്ടില്ല. അത് എനിക്ക് ആ ക്രെഡിറ്റ് എനിക്കിരിക്കുന്നു. പൈസ ഞാൻ പൊതുഖജനാവെന്ന് എടുത്ത് കൊടുക്കും, പൈസ പൊതുഖജനാവെന്ന് എടുത്ത് കൊടുക്കുന്നു. സാധനം പുറത്ത് വരുമ്പോൾ പ്രമുഖരുടെ പേര് ഞാൻ മുക്കും. എന്തു ആടേത് എന്തു ആടേത് 96-ന് ശേഷം വരുന്ന പാരഗ്രാഫുകളിലും ആരുടെയും പേര് എടുത്തു പറയാൻ സാധ്യതയില്ല. കാരണം കമ്മീഷൻ തന്നെ പറയുന്നു, ഞങ്ങൾക്ക് ആരുടെയും പേര് വിവരങ്ങൾ പുറത്തു വരാൻ താല്പര്യമില്ല, ഞങ്ങൾ ആരുടെയും നെയ്മോ ഷെയ്മോ നടത്താൻ താല്പര്യമില്ല എന്ന്. പക്ഷെ 96 പാരഗ്രാഫ് എഴുതിയിരിക്കുന്ന കമ്മിറ്റിയുടെ സ്വഭാവം പരിശോധിച്ചാൽ ഞങ്ങളുടെ ബോധ്യങ്ങളാണ് അവർ പറയുന്നത്. അക്കമിട്ട് പറയുന്നത് തെളിവുകൾ സഹിതം ഞങ്ങളുടെ ബോധ്യം. ഇതിനകത്ത് വളരെ പ്രശസ്തരായ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്, മലയാള സിനിമയിലെ പ്രശസ്തരായ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അതേപ്പറ്റിയുള്ള ബോധ്യങ്ങൾ ആ ഗൗരവമേറിയ അടിവരയിട്ടുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ട്. ഇനി ആളുകൾക്ക് സ്വാഭാവികമായിട്ടും മറ്റൊരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിവരാവകാശ കമ്മീഷൻ തന്നെ സർക്കാരിനോട് പറയുന്നു, സ്വകാര്യത സംബന്ധിക്കുന്ന വിവരങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ടതില്ല, അത് ഏതൊക്കെ പാരഗ്രാഫാണെന്ന് നിങ്ങൾ തീരുമാനിച്ച് ഉത്തരവിറക്കി അത് കൊടുക്കാവുന്നതാണെന്ന് പറയുന്നു. സർക്കാരിന് അങ്ങനെ ഒരു അധികാരം ഇരിക്കെ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫീസർക്ക് അങ്ങനെ ഒരു അധികാരം ഇരിക്കെ, അവർക്ക് വേണമെങ്കിൽ നാളെ മറ്റൊരു ഉത്തരവിറക്കിയിട്ട് അല്ല കേട്ടോ ഈ 10 പാരഗ്രാഫും കൂടി ഞങ്ങൾ ഇതിൽ തടഞ്ഞു വെക്കുകയാണെന്ന് പറയാൻ കഴിയുമോ എന്നാണ് അടുത്ത ചോദ്യം. പറ്റില്ല. കാരണം ഇതിനകത്ത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു റിവ്യൂ അധികാരമില്ല. ഒരു ഉത്തരവ് ഒരിക്കൽ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഈ പാരഗ്രാഫുകൾ വായിച്ച ശേഷം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇത് പൊതുതാൽപര്യത്തിൽ പ്രസിദ്ധീകരിക്കാവുന്നതാണ് എന്ന് കക്ഷിയെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് തന്റെ തന്നെ ഉത്തരവ് വീണ്ടും വീണ്ടും റിവ്യൂ ചെയ്യാനുള്ള അധികാരം, അത് സാധാരണഗതിയിൽ ഒരു നിയമം കൊടുക്കേണ്ട അധികാരമാണ്, സ്വയം ഉണ്ടാവുന്ന അധികാരമല്ല. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അന്നത്തെ ഉത്തരവിൽ ഉൾപ്പെടുത്താതെ പോയ കുറച്ച് പാരഗ്രാഫുകൾ കൂടി ഞങ്ങൾ വെട്ടുന്നു എന്ന് പറയാനുള്ള അധികാരമില്ല. ഈ ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റിക്ക് ഫങ്ക്ടസ് ഒഫീഷ്യോ ആണെന്ന് പറഞ്ഞതുപോലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഈ കാര്യത്തിൽ ഫങ്ക്ടസ് ഒഫീഷ്യോ ആണ്. അവർക്കിതിൽ യാതൊരു സേയുമില്ല. അവരൊരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അതിന്റെ കോപ്പി കൊടുക്കുക എന്നുള്ളതാണ്. വൈകുന്ന ഓരോ ദിവസത്തിനും 250 രൂപ വീതം പിഴ ഈടാക്കാനുള്ള അവകാശമുണ്ട്. വിവരാവകാശ നിയമം എങ്ങനെ ഈ സർക്കാർ അട്ടിമറിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ അഡ്വക്കേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് 96 പാരഗ്രാഫ് 96 മുതൽ 107 വരെ വെട്ടി സർക്കാരിൻ്റെ ഇഷ്ടത്തിന് വെട്ടി. സർക്കാർ വെട്ടിയത് 129 പാരഗ്രാഫ് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ വിവരാവകാശ നിയമത്തിൻ്റെ അട്ടിമറിയാണ്. വിവരാവകാശ നിയമത്തിൻ്റെ അട്ടിമറി എന്ന് പറയുമ്പോൾ സർക്കാർ ഇഷ്ടത്തിന്, ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇത്രയും ഭാഗം വെട്ടിക്കളഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഓക്കെ, ഇനി എന്തായിരുന്നു 96ാമത്തെ, ഇത് ഇവർ വെട്ടാൻ മറന്നത് 96 അവിടെ വെച്ചു. പോയിന്റ് നമ്പർ 96 അവിടെ വെച്ചിട്ട് 107 വരെ അവർ വെട്ടി. 96 ക്ലൂ ഉണ്ട്. അതായത് 97, 98, 99, 100 പിന്നെ 107 വരെ ഉള്ള കാര്യങ്ങളിലേക്കുള്ള ലീഡുണ്ട്. മനസ്സിലായോ? ഈ പവർ ടീമിനെ കുറിച്ചിട്ടും അതിലെ പ്രമുഖരെ കുറിച്ചിട്ടും അവരുടെ ഡീറ്റെയിലിംഗ് ആണ് ഈ 96 മുതൽ 107 വരെ സർക്കാർ വെട്ടിക്കളഞ്ഞ സ്ഥലത്ത് ഉള്ളത്. കേട്ടോ, സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ആളുകളുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മൊഴികളുടെ ഭാഗമൊക്കെ വെട്ടിമാറ്റിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിടാനുള്ള കാരണമായതും. ഹാഷ്മി, അവിടെയാണ് ഹാഷ്മി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഒഴിവാക്കാൻ ആഗ്രഹിച്ചിട്ടും ഒഴിവാക്കാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോൾ വിവാദത്തിലാകുന്നത്. അത് ഈ റിപ്പോർട്ടിന്റെ 48-ാം പേജിലെ 96-ാം ഖണ്ഡികയാണ്. ഈ ഖണ്ഡികയിൽ പറയുന്ന കാര്യങ്ങൾ ഈ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകുകയും തെളിവുകൾ ഹാജരാക്കുകയും തങ്ങളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്ന് പരാതിപ്പെടുകയും ചെയ്തവർ അവർ നൽകിയിരിക്കുന്ന മൊഴിയും അവർ നൽകിയിരിക്കുന്ന തെളിവുകളും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും എങ്ങനെയാണ് മലയാള സിനിമയിലെ ഉന്നതരായ ആളുകൾ ഈ കൊടും കുറ്റകൃത്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നതെന്നും സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് 48-ാം പേജിലെ 96-ാം ഖണ്ഡിക. ഇത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വരാൻ സർക്കാർ ആഗ്രഹിക്കാതിരുന്ന ഭാഗമാണ്, ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ നിർദ്ദേശിച്ച ഭാഗമാണ്. പക്ഷേ അബദ്ധത്തിൽ ഈ ഭാഗം ഒഴിവാക്കപ്പെടാതെ ഇതിനകത്ത് വന്നിരിക്കുന്നുവെന്നാണ്. ഹാഷ്മി, ഞാനത് വായിക്കാം. ഓൺ അനാലിസിസ് ഓഫ് എവിഡൻസ് പ്ലേസ്ഡ് ബിഫോർ അസ്, കമ്മിറ്റി പറയുകയാണ്, ഞങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന തെളിവുകൾ പരിശോധിക്കുമ്പോൾ വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് വിമൻ ഫേസ് സെക്ഷൽ ഹാരസ്മെന്റ് ഈവൻ ഫ്രം വെരി വെൽ നോൺ പീപ്പിൾ ഇൻ ഫിലിം ഇൻഡസ്ട്രി. ഈ സിനിമാ വ്യവസായ മേഖലയിലെ വളരെയധികം പ്രമുഖരായി നമ്മൾ അറിയുന്ന ആളുകളിൽ നിന്ന് പോലും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നു എന്ന് സ്ത്രീകൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മൊഴിയിൽ ഞങ്ങൾ തൃപ്തരാണ്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഹു ആർ നെയ്മഡ് ബിഫോർ ദ കമ്മിറ്റി, അത് ആരൊക്കെയാണ് ഞങ്ങളെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കിയത് എന്ന വിവരം, അവരാരൊക്കെയാണെന്ന പേര് വിവരങ്ങൾ ഈ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പറയുന്നത്. ഒന്ന്, ലൈംഗിക ചൂഷണം നടന്നു എന്ന് മൊഴികളും തെളിവുകളും നൽകി കമ്മിറ്റിക്ക് മുൻപാകെ അവതരിപ്പിച്ച അവരുടെ വാദങ്ങളെ കമ്മിറ്റി പൂർണ്ണമായി അംഗീകരിക്കുന്നു. രണ്ട്, ഈ സെക്ഷൽ ഹാരസ്മെന്റിന് നേതൃത്വം കൊടുത്തവർ അല്ലെങ്കിൽ അതിന് വിധേയരാക്കിയവരിൽ മലയാള സിനിമയിലെ ഉന്നതരായ ആളുകളുണ്ട്. കാരണം ആ ഭാഗം പറയുന്നുണ്ട്, ഈവൻ ഫ്രം വെരി വെൽ നോൺ പീപ്പിൾ ഇൻ ഫിലിം ഇൻഡസ്ട്രി, അതായത് സിനിമാ വ്യവസായത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ആളുകളിൽ നിന്നാണ് ഈ ലൈംഗിക ചൂഷണം തങ്ങൾക്കുണ്ടായതെന്നാണ്. അതായത് രണ്ട് കാര്യങ്ങൾ ഹാഷ്മി. ഒന്ന്, ലൈംഗിക ചൂഷണം നടന്നു എന്ന കാര്യത്തിൽ ഈ ചലച്ചിത്ര പ്രവർത്തകർ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയിരിക്കുന്ന മൊഴികളും രേഖകളും കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. രണ്ട്, അതിനകത്ത് സിനിമാ വ്യവസായത്തിലെ പ്രമുഖരായ ആളുകൾ അതിൽ ഭാഗമായിരിക്കുന്നു എന്ന കാര്യവും കമ്മിറ്റിക്ക് ബോധ്യപ്പെടുകയാണ്. 96ാമത്തെ പോയിന്റിലാണ് പ്രമുഖരെ കുറിച്ചുള്ള പരാമർശങ്ങളിലേക്കുള്ള ലീഡ് തുടങ്ങുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് വെട്ടി. നിങ്ങൾ ആരും ഇത് കേൾക്കണ്ട. അവിടെ കൃത്യമായിട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് തന്ന ഓരോ വ്യക്തികളും തന്ന എവിഡൻസ് അടക്കം നോക്കിയിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പക്കാ ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. അവർ ഹേമ കമ്മിറ്റി സാറ്റിസ്ഫൈഡ് ആണ്, 100% ശരിയാണ് ഇവർ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് 96 മുതൽ തുടങ്ങുന്നത്. 107 വരെ കട്ട് ചെയ്തു. എന്നിട്ടാണ് സജി ചെറിയാൻ മന്ത്രി അവിടെ ഇരുന്ന് പറയുന്നത്, ആരൊക്കെയോ ഒന്ന് മൊഴി കൊടുത്തിട്ട് പോയി, ഇതിൽ പാവപ്പെട്ട ആരെങ്കിലും കുറിച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ പ്രശ്നമാവും. പേടിയാണെങ്കിൽ സാർ മന്ത്രിസ്ഥാനം രാജിവെച്ച് പോകണം. നാട്ടുകാരെ കള്ളത്തരം പറഞ്ഞ് പറ്റിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരും ക്യാപ്സ്യൂൾ അടിക്കുന്നവരല്ല. ഓക്കെ, അവരടുത്ത് പറഞ്ഞാൽ പോലും അവർക്കിത് വിശ്വാസമാവില്ല. ഇതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനിടയിലൂടെ കള്ളക്കച്ചവടം നടത്തുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ യഥാർത്ഥ മുഖം. ഇപ്പം എന്തായി അറിയോ? തിരിഞ്ഞു കൊത്താൻ തുടങ്ങിയില്ല, ഉത്തരം പറയേണ്ടി വരും.